അച്ഛമ്മേ, ഈ കുട്ടിയും കോലും എന്ന് പറയുന്ന പേര് ഈ വാർഷിക പരിപാടിക്ക് സജസ്റ്റ് ചെയ്തതാരാണ്? ആരാണ്? ഒന്ന് എഴുന്നേറ്റിരിക്കൂ, ഒരു നല്ല കയ്യടി എല്ലാവരും കൂടെ. അപ്പം ഏതായാലും സ്കൂൾ വാർഷികത്തിന് അനുയോജ്യമായ ഒരു പേര്, ഞാൻ ഇങ്ങനൊരു പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, വാർഷിക പരിപാടി. ഏതായാലും ആ പേര് സജസ്റ്റ് ചെയ്തതിലുള്ള അദ്ദേഹത്തിൻ്റെ ആശയം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ ആ പേര് അതിനും അട്രാക്ഷൻ നൽകുന്നതാണ് ഒരു വാർഷിക പരിപാടി. അപ്പോൾ ഏതായാലും ഈ സ്കൂൾ വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായും പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്കൂൾ എന്ന നിലയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ സ്കൂളും ഇതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ തീർച്ചയായും ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയുണ്ടാകും എന്ന് അറിയിക്കുകയാണ്. ഇവിടെ കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദിവസം നിങ്ങൾ 100% എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും നിങ്ങളെല്ലാം മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ കത്തിയൊക്കെ നിർത്തിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ആണോ? അങ്ങനെയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ 100% ഉൾക്കൊണ്ടുകൊണ്ട് അധികം നീട്ടുന്നില്ല. ഏതായാലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ഞാൻ ഉണ്ടാകും. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിലുള്ള കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഇവിടെ സ്കൂളിൻ്റെ വികസന കാര്യങ്ങളിൽ ഇവിടുത്തെ വാർഡ് മെമ്പറോടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും ഇവിടുത്തെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറോടും കൂടി ആലോചിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ വകമായ കാര്യങ്ങളിലും എൻ്റെ ശ്രദ്ധയുണ്ടാകും. അത് ചെയ്യുമെന്ന് ഉറപ്പ് തരുന്നു. എല്ലാവരും പല പല ബിസിനസ്സുകളിലാണ്, അടുത്തോട്ടിക്കുന്ന വർത്തമാനം പറയുന്നു. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന നിന്റെ പേരനാ? നിർമ്മല. ഞാൻ വന്നപ്പം മുതൽ ഇവിടെ എന്തൊക്കെ പരിപാടിക്ക് ആരെയൊക്കെ സാധനം ചെയ്തിട്ടുണ്ട് അവരെല്ലാം വാശിയോടെ കൈയടിച്ചങ്ങ് പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെ കൈയടിക്കാൻ തുടങ്ങിയാൽ നിന്റെ കൈ രണ്ടും കൂട്ടിയിടിക്കുമ്പോൾ മുറിവുണ്ടാകും. ആദ്യം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവിടെ വന്നപ്പം മുതൽ ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും 100% എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം നമസ്കാരം. अभिनव शिजो, निर्मल जोस, वीणा शालिनी, शिवानी ज्योतिष, तेरेसा आल्विन, डार्विन सिबी, थैंक यू मैडम, थैंक यू. ഗവൺമെൻറ് UPSൻ്റെ ഓരോ വാർഷികവും കൂടുതൽ മികവുറ്റതും കൂടുതൽ ആഘോഷകരമാക്കി കൊണ്ടുപോകുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ സ്കൂള് ഓരോ ദിവസവും ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോൾ ഈ സ്കൂളിന് വേണ്ടി ആദ്യകാലത്ത് കുടിയേറ്റ കാലത്ത് കഷ്ടപ്പെട്ട ഒരുപിടി ആളുകൾ ഇവിടെ
കുടിയേറ്റ കാലത്ത് ഈ സ്ഥലം വെട്ടിയെടുക്കുകയും സ്കൂളിന് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട മാണിച്ചേട്ടനും പ്രിയപ്പെട്ട വേഴമ്പശ്ശേരി പാപ്പച്ചേട്ടനെയും അതുപോലെ വേഴമ്പശ്ശേരി കുഞ്ഞേട്ടനെയും ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ സ്കൂളിൻ്റെ ആരംഭകാലത്ത് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഓർക്കുന്ന കാണും. പ്രിയപ്പെട്ട CN ശങ്കർ നമ്മുടെ ഇടുക്കി വനത്തിൽ നിന്നും ഇവിടുന്ന് പോയി അവിടെയുള്ള മന്നാന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി പുല്ല് ചെത്തി അവിടുന്ന് വാലുമാക്രിക്ക് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഈ സ്കൂള് പണി കഴിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം ഈ നാട്ടിലെ ഒരുപിടി ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് അതിനുശേഷം ഗവൺമെൻറ് ഏജൻസികളുടെ ഫണ്ട് വാങ്ങിയെടുക്കുകയും അതോടൊപ്പം ഈ കാലയളവിൽ കടന്നു പോന്ന ജനപ്രതിനിധികൾ വളരെ ആത്മാർത്ഥമായി ഈ സ്കൂളിനെ സ്നേഹിക്കുകയും അതിലൂടെ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ തന്നെ ഏറ്റവും നല്ല അധ്യാപനവും നല്ല ഭൗതിക സാഹചര്യങ്ങളുമുള്ള ഒരു സ്കൂളാക്കി മാറ്റുന്നതിന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും വലിയ കൂട്ടായ്മയുണ്ട്. അതോടൊപ്പം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സ്കൂളിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്. അധ്യാപകർ 20 വർഷം 18 വർഷം 17 വർഷമൊക്കെ ആയിട്ട് അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അധ്യാപകരും അതോടൊപ്പം PTA ഭാരവാഹികളും പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടുത്തെ മാതാപിതാക്കൾക്കും ഈ പ്രദേശത്തെ ആളുകൾക്കും വളരെ വ്യക്തമായി അറിയാം. വാഴത്തോപ്പിൽ നിന്നും ഒക്കെ ഇവിടെ എത്തുമ്പോൾ പല ഗവൺമെൻറ് സ്കൂളുകളും കടന്നാണ് ഇവിടെ എത്തുന്നത്. ഇതിലും വളരെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ടും 15 മിനിറ്റ് കൊണ്ടും വീട്ടിൽ നിന്ന് സ്കൂളിലെത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഒരു ആത്മബന്ധം നമ്മുടെ സ്കൂളുമായി പ്രിയപ്പെട്ട അധ്യാപകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സ്കൂളിനെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ പ്രദേശത്തെയും ഈ പ്രദേശത്തെ ആളുകളെയും കുട്ടികളെയും സ്നേഹിക്കുന്നു. അതോടൊപ്പം നമ്മുടെ HM ആയിരിക്കുന്ന സൗമ്യ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഉപ്പുതോട് സ്കൂളിൽ ടീച്ചറിന് സാധിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ടീച്ചറും ഈ സ്കൂളിനെ സ്കൂളിനെയും മാതാപിതാക്കളെയും കുട്ടികളെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരു ടീം ഗവൺമെൻറ് സ്കൂള് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് ടീച്ചറും അതുപോലെ PTA പ്രസിഡൻറ്റും PTA ഭാരവാഹികളും വളരെ ഉത്തരവാദിത്വമായി ശ്രമിക്കുന്നു. എല്ലാവരും ഈ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മുൻപ് എന്നെ ഇവിടെ ക്ഷണിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ എനിക്ക് വരാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നിങ്ങൾ ഓട്ടോറിക്ഷക്കാരനായ സണ്ണിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്, പത്ര ഏജൻ്റായ സണ്ണിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണത്. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഡോക്ടർ അംബേദ്കറും നേതൃത്വം കൊടുത്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവിടെ സ്കൂൾ പാർലമെൻറ്റ് കുട്ടികൾക്ക് അവബോധം നടത്തുന്നതിന് വേണ്ടി സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റിയും കുട്ടികൾക്ക് അവബോധമുണ്ടാകുന്നതിന് ആ തരത്തിൽ വരെയും നമ്മുടെ സ്കൂളിലെ അധ്യാപകർ വളരെ ശ്രദ്ധയോടെ ഇടപെടുന്നു എന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതി 21-ാം തീയതി ചുമതലയേറ്റതിന് ശേഷം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്കറിയാം, ഒരു അധ്യാപകൻ മാത്രമാണ് ഇവിടെയുള്ളത്, ബാക്കി മുഴുവൻ അധ്യാപകരാണ്. അതോടൊപ്പം വിവിധ പഞ്ചായത്തിലെ മരിയാപുരം പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളുടെ മേലധികാരികളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ അതായത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിർവഹണ ഉദ്യോഗസ്ഥർ മുഴുവൻ വനിതകളായിരുന്നു. കൊച്ചുകരിമ്പൻ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് എത്തിയ ഒരു അധ്യാപകൻ മാത്രമാണ് ഈ നിർവഹണ ഉദ്യോഗസ്ഥരിൽ ഒരു ആണായിട്ടുണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ ആളുകളും പഞ്ചായത്തിലെ ഹോമിയോ ഡോക്ടർ, അലോപ്പതി ഡോക്ടർ, ആയുർവേദ ഡോക്ടർ, വെറ്റിനറി ഡോക്ടർ എല്ലാം വനിതകളാണ്. അതോടൊപ്പം നമ്മുടെ അംഗൻവാടിയുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥയും വനിതയാണ്. ഈ സ്കൂളിൻ്റെ HM വനിതയാണ്. അങ്ങനെ എല്ലാ രംഗത്തും വനിതകളുടെ ഒരു മുന്നേറ്റം മരിയാപുരം പഞ്ചായത്തിനുണ്ട്. ഈ സ്കൂളിലാണെങ്കിൽ പോലും സിനോജ് സാറ് മാത്രമാണ് ഈ സ്കൂളിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ രംഗത്തും വനിതകളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വനിതകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അത് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ ഒരു ടീമായിട്ട്
ടീം ഇപ്പോൾ ഗവൺമെൻറ് UPs എന്ന രീതിയിൽ PTA കമ്മിറ്റിയും അധ്യാപകരും മാതാപിതാക്കളും എല്ലാം ഒരു ടീമായി പ്രവർത്തിക്കുന്നു എന്നതിലേറെ സന്തോഷമുണ്ട്. മരിയാപുരം പഞ്ചായത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണവും നമ്മുടെ ഈ സ്കൂളിനുണ്ടാവും. ഈ പഞ്ചായത്തിലെയും അതോടൊപ്പം ഈ സമീപ പഞ്ചായത്തുകളിലെ വാത്തിക്കുടി, കാമാക്ഷി, വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്ന് ഉള്ള കുട്ടികളും ഇവിടെ എത്തിച്ചേരുന്നു എന്നത് ഈ സ്കൂളിൻ്റെ മഹിമ കൊണ്ടാണ്. ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് PTA കമ്മിറ്റിക്കും അതുപോലെ അധ്യാപകർക്കും അതുപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും മരിയാപുരം പഞ്ചായത്തിൻ്റെ എല്ലാ സഹകരണവും സഹായവും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സണ്ണി MJ അദ്ദേഹത്തിൻ്റെ 3 കുട്ടികൾ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങി. അവർ ഏതാണ്ട് 15-16 വർഷമായിട്ട് സണ്ണി ചേട്ടൻ ഇവിടുത്തെ PTA അംഗമായിരുന്നു. കൈമൈ മറന്ന് ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് ഇവരെ ഇങ്ങനെ ആദരിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾ വിനോദ് അതുപോലെ തന്നെ അവരെല്ലാവരും അവരുടെ പ്രത്യേകത അവർ 2-3 കുട്ടികളുടെ മാതാപിതാക്കളാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ധാരാളം കുട്ടികളുണ്ടാവട്ടെ, അവരൊക്കെ ഉപ്പയോട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കട്ടെ. അങ്ങനെ ഈ സ്കൂളിനെ സേവിക്കാൻ നിങ്ങൾക്കൊരവസരം. ശ്രീ വിനോയ് കുര്യൻ ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നു.